ശ്രീ കായംകുളം കൊച്ചിനുടെ പ്രതിഷ്ഠ ഉണ്ടോ? കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി അടുത്തുള്ള എടപ്പാറമല ദേവർനട ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിലൊന്നാണ്. മുസ്ലിം മതവിശ്വാസിയായിരുന്ന കായംകുളം കൊച്ചുണ്ണിയാണ് ആ പ്രതിഷ്ഠ. ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ആ വിശ്വാസമല്ലാതെ ഭക്തജനങ്ങളും അതുകൊണ്ട് തന്നെ ഈ കരക്കാരുടെ കംപ്ലീറ്റ് ആൾക്കാരുടെയും ഒരു വിശ്വാസമാണ്. ഇവിടെ എന്തെങ്കിലും സാധനം മോഷണം പോയാലും കായംകുളം കൊച്ചുണ്ണി ഒരു കള്ളനാണ്ടാണ് എല്ലാം കാണുന്നെങ്കിലും ഇവിടുത്തെ ഭക്തജനങ്ങൾ എന്തെങ്കിലും മോഷണം പോയാൽ ഇവിടെ വന്നൊരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. ആ കാരണത്താൽ വളരെയധികം ആളുകൾ വെളിയിൽ നിന്നാന്നേലും വന്നും ഇങ്ങനെ ഇവിടുത്തെ ഈ നടത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കായംകുളം കൊച്ചിനെ പറ്റി നമ്മുടെ ചുരുക്കത്തിലൊരു പറയാനൊക്കെ ഉണ്ട്. പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എടപ്പാറ മലദേവർനട ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിലൊന്ന് മുസ്ലിം മതവിശ്വാസിയായിരുന്ന കായംകുളം കൊച്ചുണ്ണിയുടേതാണ്. മെഴുക്, ചന്ദനത്തിരികൾ, വെറ്റില, അടയ്ക്ക, പുകയില തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ കാണിക്ക. 19-ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു മോഷ്ടാവായിരുന്നു കായംകുളം കൊച്ചുണ്ണി. മോഷ്ടാവായിരുന്നെങ്കിലും പണക്കാർക്കെതിരെ പാവങ്ങളുടെ പക്ഷം നിന്ന സ്ഥിതിസമത്വവാദിയും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയായി കൊച്ചുണ്ണിയെ ചിത്രീകരിക്കുക സാധാരണമാണ്. ധനവാന്മാരിൽ നിന്ന് വസ്തുവകകൾ അപഹരിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകുകയായിരുന്നു അയാൾ ചെയ്തിരുന്നത്. കൊച്ചുണ്ണിയുടെ പ്രവർത്തനങ്ങൾ അതിരുവിട്ടപ്പോൾ ഏതു വിധത്തിലും അയാളെ പിടിക്കുവാൻ ദിവാൻ ഉത്തരവിറക്കി. പിടിയിലായ കൊച്ചുണ്ണി 91 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം 1859 മരണപ്പെടുകയായിരുന്നു. മതസൗഹാർദ്ദവും മതമൈത്രിയും വിളിച്ചോതുന്ന ഈ നാട്ടിലേക്ക്, ഈ ക്ഷേത്രമുറ്റത്തേക്ക്, ഈ പ്രദേശത്തേക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും പ്രാർത്ഥിക്കുവാനും എത്തുന്നത്. എൻ്റെ ഈ ചെറിയ സമർപ്പണത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരും വരെ താങ്ക് യു.